ഒരു വ്യക്തിയെ തരം താഴ്ത്താനായിട്ട് പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഒരാവശ്യമായി ഞാൻ എൻ്റെ അഡ്വക്കേറ്റ്സുമായിട്ട് സംസാരിച്ചു. അവർ നിയമപരമായിട്ട് ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവർ തല ചൊറിഞ്ഞാൽ അതെടുത്ത് കാണിക്കുക, അവരൊരു പേരയ്ക്ക കടിച്ചാൽ അത് കാണിക്കുക, അവർ ഒരു മുല്ലപ്പൂ തലയെ വെച്ചോണ്ട് പോയാൽ അതിങ്ങ് തരാമോ എന്ന് ചോദിക്കുക. ഇങ്ങനെ സമൂഹത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സഹായമല്ല, ഒരിക്കലും അല്ല. പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന എളിയ സഹായങ്ങൾ ഞാനിതിനു മുൻപും സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളെ കണ്ടുപിടിച്ച് ഏകദേശം ഇവിടെ ഒരു 10ഓളം കുടുംബങ്ങൾക്ക് എൻ്റെ കുടുംബസ്വത്തിൽ നിന്ന് 3 സെൻറ്റ് സ്ഥലം വീതം ഞാൻ നൽകി. അതിനകത്ത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ പ്രയാസത്തിലിരിക്കുന്ന, സ്വന്തമായിട്ട് 1 സെൻറ്റ് സ്ഥലമില്ലാത്ത പ്രിയപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവർക്ക് അത് എഴുതി കൊടുത്തു, ദാനമായിട്ട് എഴുതി കൊടുത്തു. ഇപ്പോൾ അവിടെ വീടിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ ഇവിടെ അടുത്ത് SNDPക്ക് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ആ ക്ഷേത്രത്തിലേക്ക് പോകുവാനായിട്ട് അവർക്കൊരു വാഹനം ഇറങ്ങി ചെല്ലാനായിട്ട് ഒരു വഴിയില്ലായിരുന്നു. അങ്ങനെ വഴി ആവശ്യപ്പെട്ട സമയത്ത് ഒരു 27 സെൻറ്റ് സ്ഥലം SNDP ക്ഷേത്രത്തിലേക്ക് പോകുവാൻ വഴി കൊടുത്തു. ഇപ്പോൾ അവർക്ക് വഴിയുണ്ട്. പിന്നെ ഈ ഞാൻ താമസിക്കുന്ന തൃക്കൊടിത്താനം പഞ്ചായത്തിലെ 9ാം വാർഡിൽ ഒരു അംഗൻവാടി ഇല്ലായിരുന്നു. പഞ്ചായത്തിൻ്റെ ചുമതലപ്പെട്ടവരെന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ച് ഒരു അംഗൻവാടി പണിയുവാനായിട്ട് 3 സെൻറ്റ് സ്ഥലം ഞാൻ എഴുതി കൊടുത്തു. പിന്നീട് ഇവിടുത്തെ അയ്യപ്പ ഭക്തര്, ഒരു വിഭാഗം അയ്യപ്പനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അയ്യപ്പ ഭക്തരായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ ഈ ചുറ്റുവട്ടങ്ങളിലായിട്ടുണ്ട്. എൻ്റെ പുരയിടത്തിലായിരുന്നു വളരെ വർഷങ്ങളോളം അവർ ഭജന നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമില്ലായിരുന്നു ഒരു ഭജന മഠം നിർമ്മിക്കുവാനായിട്ട്. അതിന് 5 സെൻറ്റ് സ്ഥലം ഞാൻ പണം കൊടുത്തു വാങ്ങി അവർക്ക് നൽകി. അവിടെ ഒരു ഭജന മഠം നിർമ്മിച്ച് അവരവിടെ ഭജന എല്ലാ വർഷവും കൃത്യമായിട്ട് അത് നടത്തുന്നു. അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മരിച്ചുപോയ ഞങ്ങളുടെ വല്യമ്മച്ചിമാരുടെ സ്മരണയ്ക്കായിട്ടാണ് അത് ചെയ്തു കൊടുത്തത്. വളരെ മനോഹരമായ രീതിയിൽ അതും ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ പൊതുസമൂഹത്തിൽ ചെയ്തിട്ടുണ്ട്. തുടർന്നും ഇങ്ങനെയുള്ള എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുവാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു മനോവേദന ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടാണ്. ആ ഒരു ചോദ്യം കേട്ടപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയോ ഇനിയില്ല, ഇനി ഒരു സഹായം ചെയ്യില്ല എന്നൊക്കെ? ആ ചോദ്യങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ആ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിനെ കണ്ടുപിടിക്കുവാനായിട്ട് ഒരു ഏജൻസിയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ചോദ്യകർത്താവിനെ നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരണം. കാരണം കേരളത്തിൽ ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. അവരെ സഹായിക്കുവാൻ മുന്നോട്ടിറങ്ങുന്ന ആൾക്കാരെ മനസ്സ് പതറിപ്പിക്കുന്ന, അവരെ സഹായം ചെയ്യിപ്പിക്കാതിരിക്കുവാൻ നോക്കുന്ന ചോദ്യങ്ങൾ തൊടുത്തു വിടുന്ന ചോദ്യശരങ്ങളെ നിർത്തുക എന്നുള്ളത് ഒരാവശ്യമായി ഞാൻ എൻ്റെ അഡ്വക്കേറ്റ്സുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരെ കണ്ടുപിടിച്ചിട്ട് അവരെ നിയമപരമായിട്ട് ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവരെ കണ്ടുപിടിക്കാനും അവരുമായിട്ട് നിയമപരമായിട്ട് മുൻപോട്ട് പോകുവാൻ തന്നെയാണ് എൻ്റെ ലീഗൽ അഡ്വൈസേഴ്സുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൂടാതെ ആ ഒരു കോൾ റെക്കോർഡിൽ പറയുന്നത് വെച്ചിട്ട്, അതായത് രേണുസുതി എന്ത് ചെയ്താലും അത് വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക, അതൊരു ഓൺലൈൻ മീഡിയ കണ്ടിന്യൂസ് ചെയ്തു പോകുന്നൊരു പ്രോസസ് ആവുന്നത് എന്ത് കാര്യത്തിനെന്നുള്ള രീതിയിൽ ബിഷപ്പിന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നാനുണ്ടായ കാരണം, രേണുസുതി എന്ന് പറയുന്ന വളർന്നു വരുന്ന ഒരു ചെറിയ കലാകാരി, അവർ സ്വയപ്രയത്നം കൊണ്ട് അവർക്ക് പിൻപിൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ലാതെ സ്വയപ്രയത്നം കൊണ്ടാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി അവരുടെ ജീവിതം മുൻപോട്ട് കരുപ്പിടിപ്പിക്കാനായിട്ട് പ്രയത്നിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകുന്നു. അപ്പോൾ അവരെവിടെങ്കിലും ചെന്ന് ഇരിക്കുമ്പോൾ ഞാൻ ഇതിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, അവരെവിടെങ്കിലും ചെന്നിരിക്കുമ്പം അവർ തല ചൊറിഞ്ഞാൽ അതെടുത്ത് കാണിക്കുക, അവരൊരു പേരയ്ക്ക കടിച്ചാൽ അത് കാണിക്കുക, അവര് ഒരു മുല്ലപ്പൂ തലയെ വെച്ചോണ്ട് പോയാൽ അതിങ്ങ് തരാമോ എന്ന് ചോദിക്കുക. ഇങ്ങനെ സമൂഹത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്നെ കൊണ്ട് കാണിച്ച കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഈ പറയുന്നത്. അങ്ങനെ അവരെ സമൂഹത്തിൽ അവഹേളിച്ച് അവരെ ഒരു സ്ത്രീ എന്ന ബഹുമാനം പോലും കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. കേരള സമൂഹം അതല്ല കാണാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലുള്ള ഭൂരിപക്ഷം ആൾക്കാർ.
ഒരു വ്യക്തിയെ തരം താഴ്ത്താനായിട്ട് പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകർ ചെയ്യുന്നതിനോട് എന്നെപ്പോലുള്ള എളിയ ആൾക്കാർക്ക് ഒരു വിഷമമുണ്ട്.